പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ പ്രൊമോയിൽ ആദ്യമേ കാണിക്കുന്നത് ഗൗതത്തെ 2-3 പേര് ചേർന്ന് ആക്രമിക്കുന്നതാണ്. കുറേ തല്ലും ഇടിയും ഒക്കെ കൊടുത്ത് വയറിനൊരു ചെറിയ കുത്തും കിട്ടിയെന്ന് തോന്നുന്നു. വഴി കിടക്കുന്ന ഗൗതത്തെയാണ് കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നന്ദ പെട്ടെന്ന് തന്നെ ഗൗതത്തെ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗൗതം വയ്യാതെ കിടക്കുന്നു. ഗൗതത്തിൻ്റെ അടുത്ത് ഇരുന്ന് പൊട്ടിക്കരയുന്ന നമ്മുടെ പിങ്കിയാണ്. പിങ്കിയുടെ അടുത്ത് നന്ദുമോനുണ്ട്. നന്ദുമോനും കെട്ടിപ്പിടിച്ച് പിങ്കി കരയുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് വരുന്ന നന്ദയ്ക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നന്ദ ഇറങ്ങിപ്പോയ സമയം നോക്കി അല്ലെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് പിങ്കി കയറിയിരിക്കുന്നു. ഗൗതത്തിൻ്റെ ഭാര്യ സ്ഥാനത്ത് ഇപ്പോൾ പിങ്കിയാണ്. എല്ലാം കൊണ്ടും പിങ്കി എല്ലാം നേടി എന്നത് നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം പിങ്കി എന്തിനു വേണ്ടിയാണോ ആ വീട്ടിൽ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, ആ പ്രശ്നങ്ങളിലെ എല്ലാം അവസാനം പിങ്കിക്ക് നേട്ടവും നന്ദയ്ക്ക് നഷ്ടവുമാണ് ഉണ്ടായത് എന്നത് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നുണ്ട് നന്ദയ്ക്ക്. ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചു. ഇവർക്കും ഉണ്ടായ കുട്ടിയാണ് നന്ദു എന്നതാണ് നന്ദയുടെ വിചാരം. അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഈ സങ്കടങ്ങളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിർമ്മലിനോട് പറയുന്നുണ്ട്. സഹിക്കാൻ മേലാതെ വരുമ്പം ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് നിർമ്മലിൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് കരയുന്ന നന്ദയും കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് കണ്ടുകൊണ്ട് വരുന്ന ഗൗതം തെറ്റിദ്ധരിച്ചേക്കാം. ഗൗതം ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. ഗൗതത്തിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. തെറ്റിദ്ധാരണയാണ് എങ്കിൽ പോലും പിന്നീട് പിങ്കി ഗൗതത്തിൻ്റെ അടുത്ത് കൂടുതൽ അടുത്ത് ഇടപെടുന്നതാണ് കാണിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടാൽ ആ ഗ്യാപ്പിലൂടെ കയറിപ്പോകാൻ പിങ്കിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ഈ വിഷമവും നന്ദ തന്നെ പറ്റിച്ചു അല്ലെങ്കിൽ വഞ്ചിച്ചു എന്നുള്ള ആ ചിന്തകളും എല്ലാം മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഗൗതം ഇനി പിങ്കിയെ ആ ഒരു നിമിഷത്തേക്ക് വേണ്ടിയെങ്കിലും സ്വന്തമാക്കുമോ എന്നും അറിയില്ല. ഏതായാലും കഥ കൂടുതൽ സംഘർഷഭരിതമാക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു. നമ്മുടെ മഹേശ്വരനും മോഹിനിയും ഒക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ നന്ദയും കയറി ചെല്ലുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയില്ല. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.